2 തെങ്ങ് വെച്ചു, ഒരാഴ്ചയായി കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്. അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 5:45 എന്നിട്ടും നല്ല വെയിലാണേ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇത് 2 ടൈപ്പ് മേടിച്ചു, രണ്ടും ഡ്വാർഫാണെങ്കിലും ഒന്ന് ഡ്വാർഫ് മലൈ ഗോൾഡ്, 2 ഡ്വാർഫ് മലൈ ഗ്രീൻ. അതായത് ഒന്ന് ഗ്രീനും ഒന്ന് നമ്മുടെ ചെന്തെങ്ങില്ലേ ആ ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടും മേടിച്ചു വെച്ചു. അപ്പോൾ അത് ഇവിടെ ബ്രിസ്ബണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ക്ലേ ടൈപ്പാണേ. അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചതുപ്പ് പോലെ, അതായത് വളരെയധികം സോഫ്റ്റ് ആവും. അതായത് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാലോ പാറയെക്കാട്ടിലും കട്ടിയാവും. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം കുഴിയെടുത്തു, ഒരു 2x2 കുഴിയെടുത്തു, 2 ഫുട്ട് ബൈ 2 ഫുട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കരിയില ഇട്ടു. അതിന് മുമ്പ് ഈ ക്ലേ ബ്രേക്കർ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും ഇവിടെ, ജിപ്സം ബ്രേക്കർ അല്ലെങ്കിൽ ക്ലേ ബ്രേക്കർ. അതായത് ക്ലേ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകും കുറേശ്ശെ. അപ്പോൾ അത് ആദ്യം ഇട്ടു. പിന്നെ അതിൻ്റെ ഒരു ലിക്വിഡും ഇട്ടു. അതിനുശേഷം കരിയില ഇട്ടു, അതിനുശേഷം ചാണകം, അതിനുശേഷം മണ്ണ്, പോട്ടി മിക്സ് ഇട്ടു, അതിനുശേഷം ഇത് വെച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് ക്ലേ ബ്രേക്കർ ഇട്ട്, അതിന് മുകളിൽ മണ്ണിട്ട്, പിന്നീട് പൊതയിട്ട്, അതായത് വാഴയുടെ കച്ചിയൊക്കെ ഇട്ടിട്ട് പൊതയിട്ടു. അങ്ങനെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു, വലിയ മാട്ടമൊന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഇപ്പം പിടിക്കും എന്ന് തന്നെയാണ്. 2014 ഞാനൊന്ന് വെച്ചതാണ്, 2 എണ്ണം വെച്ചിട്ട് 2ഉം പോയി. അപ്പം ഇപ്രാവശ്യം അത് എങ്ങനെ പിടിപ്പിക്കണം. പക്ഷെ ഇവിടെ ബ്രിസ്ബൺ ഏരിയയിൽ ആരും തെങ്ങ് വെച്ചിട്ട് തേങ്ങ പിടിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യാം. എല്ലാം പരീക്ഷണങ്ങളാണല്ലോ. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വൈകിട്ട് നല്ല ചൂടാണ്, 33 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആകാശം നിങ്ങളെ കാണിച്ചു തരാം. ആകാശത്ത് കൂടെ കണ്ടോ, കടന്നൽക്കൂട് ഇളകിയ പോലെ മേഘങ്ങൾ. സന്ധ്യയായി. ഒരു പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. സ്വന്തം ജോമോൻ.